കൂടി ഇരിക്കണം എന്ന് പറഞ്ഞുതരാവോ? ഞങ്ങൾ ഒരുപാട് സദസ്സുകളിൽ ഇരിക്കാറുണ്ട് അല്ലേ? ഇല്ലേ? നമ്മൾ കടകളുടെ കോലായിൽ പോയി ഇരിക്കാറുണ്ട്, മാർക്കറ്റിൽ പോയി ഇരിക്കാറുണ്ട്, നമ്മൾ കമ്പനി അടിച്ച് പലയിടങ്ങളിൽ ഇരിക്കാറുണ്ട്. പക്ഷേ നബിയെ ഞങ്ങൾ എവിടെ ഇരിക്കണം എന്ന് പറഞ്ഞുതരുമോ? ഹബീബായ തങ്ങൾ പറയണം, നീ ആരുടെ കൂടെ ഇരിക്കണം എന്ന് വെച്ചാലേ അവരെ കണ്ട മാത്രയിൽ നിനക്ക് അല്ലാഹുവിനെ ഓർമ്മ വരണം. അവരുടെ കൂടെ മാത്രം ഇരുന്നാൽ മതി. സയ്യിദുനാ റസൂലുള്ളാഹ് അവരെ കണ്ട മാത്രയിൽ നിന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹ് വരണം. അവരെ കാണുമ്പോൾ റബ്ബുൽ ആലമീനെ കുറിച്ചാണ് ചിന്ത. അവരോടൊപ്പം ഇരുന്നാൽ ചർച്ച മുഴുവൻ അല്ലാഹുവിനെ കുറിച്ച് മാത്രം. ദുനിയാവൊന്നും അവിടെ ഇല്ല. അല്ലാഹ് 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 അല്ലാഹ്. അങ്ങനെ ഒരു വിഭാഗം ലോകത്തുണ്ട്. നിങ്ങൾ അവരോടൊപ്പം ഇരിക്കണേ. സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹ്. ആ സ്വഭാവത്തിന്റെ ഉടമകളുടെ നേതാവും കൂടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് ലിൻതലഹും, അങ്ങ് അത്രമേൽ പ്രസന്നതയുള്ളവരാണ്, ഹൃദയവിശാലതയുള്ളവരാണ്. അങ്ങെങ്ങാനും ഹൃദയം ഇടുങ്ങിയവരായിരുന്നെങ്കിൽ നബിയെ അങ്ങയുടെ അടുക്കൽ നിന്ന് ആളുകൾ ഓടിപ്പോയേനെ കേട്ടോ. പക്ഷെ അങ്ങ് ഹൃദയവിശാലതയുള്ളവരാണ് യാ റസൂലല്ലാഹ്. ഖുർആനിൽ സൂറത്തു നൂറിൽ എന്ന് പറയുന്നുണ്ട്, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. പടച്ചോനിൽ നിന്നുള്ള പ്രകാശം കിട്ടിയവർ അവർക്ക് ഹൃദയവിശാലത ഉണ്ടാവും. നിനക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം ലഭിച്ചോ, ആ നൂറ് നിനക്ക് കിട്ടിയോ, നിന്റെ ഹൃദയം അങ്ങ് വിശാലമാകും. ഫവൈലുൻ ഫവൈലുൻ, ഒരു വിഭാഗത്തിന് നരകമാണ്. ലിൽ ഖാസിയത്തി ഖുലൂബുഹും അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ആ പ്രകാശം കിട്ടാതെ പോയവരുടെ ഹൃദയം കടുത്തു പോകും. അവർക്കൊരു നന്മയും ചിന്തിക്കാനില്ല, അവർക്കൊരു നന്മയെയും ഉള്ളിലേക്ക് കടത്തിവിടാൻ പറ്റൂല. ആ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് അള്ളാഹനെ കാണാൻ അവർക്ക് പറ്റില്ല. കാരണം അവർ അള്ളാഹുവിൽ നിന്ന് നൂറ് വാങ്ങിയിട്ടില്ല. നിങ്ങൾ നൂറിന്റെ ആളുകളാണോ? ആ നൂറ് കിട്ടിയവരാണോ? നിങ്ങളുടെ കൽബിൽ അള്ളാഹു വിശാലത തരുമെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരാം. എന്നിട്ട് പറയുന്നുണ്ട് നബി തങ്ങൾ, നിങ്ങൾ ഇന്നാലിന്ന ആളുകളുടെ കൂടി ഇരിക്കണം. വസാദ ഫീ ഇൽമികും മൻതിഖഹു, അവരുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇൽമു വർദ്ധിക്കും. ഇൽമു എന്ന് പറഞ്ഞാല് അള്ളാഹിനെ കുറിച്ച്, ഈ സൃഷ്ടിപ്പൊക്കെ എന്തിനാ, ഈ സൃഷ്ടിപ്പിനെ കുറിച്ച്, ഇതിനെല്ലാം പടച്ചു പരിപാലിക്കുന്ന റബ്ബിനെ കുറിച്ചുള്ള ഇൽമു വർദ്ധിക്കും. ഇപ്പൊ വിവേകാനന്ദൻ പറയുന്നുണ്ടല്ലോ, കുറെ ഡാറ്റാസ് കളക്ട് ചെയ്യലല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനം തന്നെ ടോട്ടലി റോങ് ആണെന്ന് ഒരു ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാവും. ഈ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്താ നേടിയത്? ജീവിതത്തിലെ വിജയം നേടിയോ? ആത്യന്തിക വിജയം നേടിയോ? ഒന്നുമില്ല. കുറെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു, അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു CPU പോലെ നമ്മളിങ്ങനെ വർക്ക് ചെയ്യാന്നല്ലാതെ ഈ വിദ്യാഭ്യാസം കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. പഠിക്കണ്ടെന്നല്ല, പഠിക്കണം. പക്ഷേ ആത്യന്തികമായ വിദ്യാഭ്യാസം ഹൃദയ വിശാലത നേടിത്തരുന്നത് എന്തോ അതാണ്. ആ വിദ്യ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ അള്ളാഹിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളോടൊപ്പം ഇരിക്കുമ്പോഴാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നവർ, യഥാർത്ഥ സ്വാലിഹീങ്ങൾ, അവരുടെ അടുത്തിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൽമുകളിലൂടെ നിങ്ങളുടെ ഹൃദയം വിശാലമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. വദക്കറകും ബിൽ ആഖിറതി അമലു, അവരുടെ പ്രവർത്തനം കണ്ടാൽ നിങ്ങൾക്ക് ആഖിറത്ത് ഓർമ്മ വരും. നമ്മൾ പറഞ്ഞു ചിലപ്പോൾ, പഠിച്ചോൻ ഇവരൊക്കെ ആഖിറത്തിൽ ആരായിരിക്കും? നമ്മളോ? അവരുടെ പ്രവർത്തനം കാണുമ്പോഴേ, അവരുടെ അമലുകൾ ഇങ്ങനെ കാണുമ്പോൾ ഇവരൊക്കെ അള്ളാഹുവിന്റെ സമീപസ്ഥരാണല്ലോ റബ്ബേ. ഇവരൊക്കെ പഠിച്ചോനെ നീയുമായിട്ട് എന്തൊരു ക്ലോസ് ആണല്ലാ. അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ അതിങ്ങനെ നിഴലിച്ച് കാണുന്നുണ്ടല്ലോ അല്ലാ. ഞങ്ങൾക്കത് കിട്ടിയില്ലല്ലോ റബ്ബേ. അത്രമേൽ അള്ളാഹുവിനെ, ആഖിറത്തെ അനുസ്മരിപ്പിക്കുന്നവരാണ് അവരെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടോ? അങ്ങനെ ഉള്ള ആളുകളോടൊപ്പം ഇരിക്കണം എന്നാണ്. അതായത് കേവലം പഠനം എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ നിന്നുള്ള പഠനമല്ല. പഠനം എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ നിന്നുള്ള കേവല പഠനം മാത്രമായി പോകരുത്. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും എടുത്തു വെച്ചിട്ട് കുറച്ച് ഹദീസിന്റെ കിതാബ് എടുത്ത് കുറച്ച് ഖുർആനും എടുത്ത് നമ്മളിങ്ങനെ എന്തൊക്കെയോ ഡാറ്റാസ് കളക്ട് ചെയ്ത് കാണാപ്പാടം പഠിച്ച് കുറെ തടി നീട്ടി വളർത്തി അങ്ങ് നടന്നു കഴിഞ്ഞാൽ ഖുർആനും സുന്നത്തും ആയില്ല. അതല്ല ഖുർആനും സുന്നത്തും. ഈ ഖുർആനും സുന്നത്തും ജീവിതത്തിൽ അപ്പാടെ മനോഹരമായി പകർത്തിയെടുത്ത സ്വാലിഹീങ്ങളുണ്ട്. അവരുടെ പിന്നാലെ നടക്കലാണ് ഖുർആനിനെയും സുന്നത്തിനെയും അനുസരിച്ച് ജീവിക്കൽ. സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് ഈ ആയത്ത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം
പടച്ചോനെ ഞങ്ങളെ നേർവഴിയിലാക്കണേ അല്ലാ. ഏതാണ് ആ നേർവഴി? സിറാത്തുൽ ഖുർആനി വൽ ഹദീസ് എന്നല്ല പടച്ചോൻ പറഞ്ഞത്. എന്തേ അങ്ങനെ പറയാതിരുന്നത്? നമ്മൾ നേരിട്ട് ഖുർആനിലും സുന്നത്തിലും പോയി ഇങ്ങനെ എത്തി നോക്കിയാൽ കുറെ സംഗതികൾ കാണാപ്പാടം പഠിക്കാമെന്നല്ലാതെ ഹൃദയവിശാലത ലഭിക്കാൻ പറ്റുന്ന സംഗതികൾ നോക്കാൻ മാത്രമുള്ള അറിവ് നമുക്കില്ല. അതുകൊണ്ട് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ, ജീവിതത്തിൽ അപ്പാടെ പകർത്തിയ, ആ സ്വഭാവം നിഴലിച്ചു നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ പിന്നാലെ നടന്നോ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടതെന്ന് നമ്മളിങ്ങനെ 5 വക്ത് നിസ്കാരത്തിൽ ഓതിയിട്ടും ഈ സംഗതിയൊന്നും നമുക്ക് കിട്ടണില്ലല്ലോ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ ആ അൻഅംത അലൈഹിമിന്റെ പിന്നാലെ നടക്കാൻ ഒരു പരിശ്രമമില്ല. കേവലം പുസ്തകങ്ങളിൽ ഒതുങ്ങിപ്പോയി നമ്മുടെ ദീൻ. ആ ദീൻ അല്ലാഹുവിന്റെ ദീനല്ല എന്ന് പഠിപ്പിക്കുന്നത് ആരാ? പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. കാരണം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഖുർആൻ സുന്നത്ത് വേണ്ടേ? ഖുർആൻ സുന്നത്താണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം. മനസ്സിലാക്കേണ്ട രീതിയിലാണ് പ്രശ്നം. മനസ്സിലാക്കേണ്ട രീതി നമ്മൾ ഉദ്ദേശിച്ചതുപോലെയല്ല. അത് ഉൾക്കൊണ്ട സ്വാലിഹീങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ മനോഹരമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, ഇത്തബിഉ സബീല മൻ അനാബ ഇലൈഹി. നിങ്ങൾ പിൻപറ്റണം. സബീല ഒരു വഴി, മൻ അനാബ ഇലൈഹി അള്ളാഹുവിലേക്ക് നടന്നുപോയവരുടെ പിന്നാലെ നടന്ന് നിങ്ങൾ എന്നെ കണ്ടെത്തണം. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ടാണ്, അവിടത്തെ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ആയത്തിറങ്ങിയതെന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. സഅദ് ആരാന്നറിയോ? സഅദ് ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സഅദിന്റെ ഉമ്മ പറഞ്ഞു, സഅദേ, നീ നമ്മുടെ ലാത്തയെയും ഉസ്സയെയും മനാത്തയൊക്കെ വിട്ടിട്ട് വേറെ മതം സ്വീകരിച്ചാൽ ഞാൻ പച്ചവെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല, ഈ ഉമ്മ ഇങ്ങനെ നടന്ന് മരിക്കും. അപ്പൊ മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പൊന്നുമ്മ, അങ്ങ് എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ എന്ന അർത്ഥത്തിൽ എല്ലാം ചെയ്തു തരാൻ ഞാൻ സന്നദ്ധനാണ്, ഞാൻ അങ്ങനെ ചെയ്യും. എൻ്റെ ദീൻ അതാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ എൻ്റെ ഉമ്മ 1000 വട്ടം മരിച്ച് ജീവിച്ച് ഭക്ഷണം കഴിക്കാതിരുന്ന് വീണ്ടും മരിച്ച് അങ്ങനെ ജീവിച്ചാലും പൊന്നുമ്മ ഈ ആദർശം ഞാൻ വിടൂലട്ടോ. സയ്യിദുന സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു പറയാണ്, സഅദേ, ഇത്തബിഉ സബീല മൻ അനാബ ഇലൈഹി, നീ അബൂബക്കറിന്റെ പിന്നാലെ നടന്നോ. അബൂബക്കർ എന്നിലേക്ക് വന്ന ആളാണ്. നീ അബൂബക്കറിന്റെ പിന്നാലെ ഓടിക്കോ. അബൂബക്കറിലൂടെ മുഹമ്മദ് മുസ്തഫയെ നിനക്ക് കിട്ടും. ആ മുഹമ്മദ് മുസ്തഫയിലൂടെ നിനക്ക് എന്നെ കിട്ടും. അല്ലാഹു റബ്ബുൽ ആലമീൻ. എത്ര മനോഹരാണ് ഈ ദീൻ. നമ്മൾ അങ്ങനെ പഠിക്കാത്തത് കൊണ്ടാണ് ഇസ്ലാം നമ്മിൽ ഇല്ലാതെ പോകുന്നത്. ഇവിടെ പൂർവ്വസൂരികളായ മഹാരഥന്മാർ, ഇപ്പൊ സ്വഹാബത്ത് കേരളത്തിൽ വന്നു അല്ലേ? 1500 കൊല്ലം മുമ്പ് സ്വഹാബത്ത് ഇവിടെ വന്നു. അവരിവിടെ ബഹളമയമാക്കി വലിയ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടൊന്നുമല്ല ഇസ്ലാം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നിട്ടുള്ളത്. അവരെ കണ്ടാണ്, അവരുടെ സ്വഭാവം കണ്ടിട്ടാണ്. ഒരു വേള കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ സ്വഹാബത്ത് കച്ചവടം തുടങ്ങിയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് കട അടക്കും. ഇവരുടെ കടയിൽ ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ നാട്ടുകാർ മൊത്തം സാധനം വാങ്ങാൻ വരുന്നത് സ്വഹാബികളുടെ കടയിലാണ്. ഭയങ്കര തിരക്ക്. അപ്പൊ ഈ ആളുകൾ തിക്കും തിരക്കി നിൽക്കുന്നതിനിടയിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവർ കട അടച്ചു കളയും. അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ല, ഇത്ര തിരക്കുള്ള കട എത്ര പെട്ടെന്ന് അടക്കേണ്ടതുണ്ടോ? മുഴുവൻ കച്ചവടം ഞങ്ങൾക്ക് കിട്ടിയാൽ ബാക്കിയുള്ള കച്ചവടക്കാരെന്ത് ചെയ്യും? ബാക്കിയുള്ള സമയത്ത് അവര് കച്ചവടം ചെയ്യട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂൽ. ഇതെന്ത് മതാണ്? ഇതാണ് മതം. അല്ലാതെ ബുക്കിൽ 33-ന്റെ 47, 47-ന്റെ 17, 17-ന്റെ 28, 28-ന്റെ 40 ഒരുത്ത നിന്ന് പ്രസംഗിക്കണം. എന്റെ പ്രസംഗം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനിങ്ങനെ ഖുർആനിന്റെ നമ്പർ പറയും, 40-ന്റെ 16, 16-ന്റെ 28. ഇതാരെ കൊണ്ടാണ് പോസിബിൾ അല്ലാത്തത്? ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് കാണാപ്പാടം പഠിച്ചിട്ട് വന്നിട്ട് മക്കളെ 48-ന്റെ 38 മറിച്ച് നോക്കുന്നവർ, ഇതൊക്കെ വലിയ കാര്യമാണോ? ഈ 48-ന്റെ 38-ലുള്ളത് ജീവിച്ച് കാണിക്കാനാണ് പണി. അത് ജീവിച്ച് കാണിക്കണമെങ്കിൽ അതപ്പാടെ ജീവിതത്തിൽ പകർത്തിയവരുടെ പിന്നാലെ നിന്ന് നടന്നു നോക്കണം. അപ്പോഴേ അതിൽ ആസ്വാദനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കേവലം ബാഹ്യമായ ചില കാട്ടിക്കൂട്ടലുകൾ മാത്രമായി ഒതുങ്ങിപ്പോകും. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. അപ്പോ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നുണ്ട് ഖുർആൻ ഓതിയിട്ട്, ഇത്തബിഉ സബീല മൻ അനാബ ഇലൈഹി, പടച്ചോനിലേക്ക് നടന്നവരുടെ പിന്നാലെ നടക്കാൻ പറ്റും. ഇപ്പൊ ഇന്ന് നമ്മൾ ഓതുന്നൊരു സൂറത്താണ് ഇത്, സൂറത്തുൽ കഹ്ഫ് അല്ലേ? കഹ്ഫ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കഹ്ഫ് എന്ന് പറഞ്ഞ അർത്ഥം ഗുഹ. ആ പേരിന്റെ അർത്ഥത്തിൽ തന്നെ ഉണ്ട്, ഇതൊരു നിഗൂഢമായ സൂറത്താണ്.
പിന്നെ ഞങ്ങൾ കഹ്ഫോതിയിട്ട് കുറെ അർത്ഥമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഒന്നും കിട്ടിയിട്ടില്ല. അത് നമുക്കത് കിട്ടിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ നിഗൂഢത, ഗുഹയുടെ ഉള്ളിൽ നിഗൂഢത എങ്ങനെ നിറഞ്ഞു നിൽക്കും? കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആന്തരികമായ രഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുതം നിറഞ്ഞ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതിന്റെ പ്രമേയം തന്നെ പിന്തുടരുക എന്നുള്ളതാണ്, പിന്നാലെ നടക്കുക എന്നുള്ളതാണ്. ബാഹ്യമായ പ്രമേയം, ആന്തരികമായ ഒരുപാട് ഇൽമുകൾ മറഞ്ഞു നിൽക്കുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്നത്. ഒരുപാട് ഇൽമുകൾ. എന്നാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് സൂറത്തുൽ കഹ്ഫിന്റെ പ്രമേയം തന്നെ പിന്നാലെ നടക്കുക, പിന്നാലെ നടക്കുക. ആദ്യം തന്നെ അങ്ങനെ നടന്നു കാണിക്കുന്നത് ഒരു നായയാണ്. ഒരു നായ. ലോക ചരിത്രത്തിൽ ഇത്രമേൽ ആദരിക്കപ്പെട്ടൊരു ജീവിയേതാണ് നായ എന്ന് പറഞ്ഞാൽ. വെറുക്കപ്പെടേണ്ട ജീവിയല്ല. നായ നിഷിദ്ധമാണെന്ന് മദ്രസയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചത് നായയെ ഭക്ഷിക്കൽ നിഷിദ്ധമാണെന്നാണ്, അല്ലാതെ നായ തൊടാൻ പാടില്ല. നായ നനവോടുകൂടെ തൊട്ടാൽ അത് നജസായത് കൊണ്ട് മാത്രം 7 തവണ കഴുകണം, അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. അതിനർത്ഥം നായയെ ആട്ടി ഓടിക്കണമെന്നോ അല്ല. ഇസ്ലാം നായക്കെതിരായ മതവുമല്ല. തെറ്റിദ്ധാരണയാണത്. നമ്മൾ പഠിച്ചെടുത്ത് വന്ന മിസ്റ്റേക്കോ അല്ലെങ്കിൽ 3ാം ക്ലാസ്സിൽ മദ്രസ നിർത്തിപ്പോയതിന്റെ പ്രശ്നമാണത്. ഉസ്താദേ, കൃത്യമായിട്ട് പിള്ളേർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയമാണ്. നായ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെടേണ്ട ജീവിയൊന്നുമല്ല. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ അത്രമേൽ പരിപാലിച്ച, രോഗിയായി കിടന്ന നായക്ക് പരിപാലനം നൽകിയ മഹാനാണ് സയ്യിദി അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു. റോട്ടിലൂടെ ഇറങ്ങി നടക്കും. കുഷ്ഠരോഗം ബാധിച്ച് കിടക്കുന്ന നായ. സാധാരണ നായയെ കണ്ടാൽ പോലും ആട്ടി ഓടിക്കുന്ന ഒരു മനുഷ്യന് ഇത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. റിഫായി ശിഖർ റളിയല്ലാഹു അൻഹു ഇറങ്ങി നടന്നിട്ട് കുഷ്ഠരോഗം ബാധിച്ച നായയെ സ്വന്തം കൈകൊണ്ട് പരിപാലിക്കുമായിരുന്നു. നനവുകൊണ്ട് നജസായിട്ടുണ്ടെങ്കിൽ 7 തവണ കഴുകി കളഞ്ഞാൽ പോലെ. വെറുക്കപ്പെടുന്ന സംഗതിയാണോ? അതല്ലല്ലോ. അള്ളാന്റെ ഒരു പടപ്പിനെ വെറുക്കേണ്ടതില്ല. അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ. അള്ളാഹ്ക്ക് വേണ്ടിയാണ് സ്നേഹവും ഇഷ്ടമല്ല. എല്ലാം ഹൽഖുള്ള. അവിടെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആ അള്ളാന്റെ സൃഷ്ടിയോടുള്ള സ്നേഹവും അള്ളാഹ്ക്ക് വേണ്ടി, ആ സൃഷ്ടിയോട് വെറുപ്പ് തോന്നേണ്ടതും അള്ളാഹ്ക്ക് വേണ്ടി. എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയാണ്. വ്യക്തിപരമായ ഒന്നുമില്ല ഇവിടെ. വ്യക്തിപരമായിട്ടൊരു സംഗതിയില്ല. അതുകൊണ്ട് തന്നെ സൂറത്തുൽ കഹ്ഫിന്റെ ആ പ്രമേയം തന്നെ എത്ര മനോഹരമാണ്. ആ ചെറുപ്പക്കാരായ ഒരു സംഘം, അവരുടെ പിന്നാലെ നടന്നു നീങ്ങുന്ന ഒരു നായ, ഖുത്മീർ എന്ന നായ. ആ നായയെ പട്ടാളക്കാർ അയച്ചതാണ്, ഇന്റലിജൻസിന്റെ നായാണെന്ന് കരുതിയിട്ട് ഇവരിങ്ങനെ ആട്ടി ഓടിക്കുന്നുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ആ നായ മുട്ടുകുത്തി നിന്നിട്ട് കൈകൂപ്പിയതുപോലെ അവരോട് പറയാൻ, ലാ തത്റുദിനി ഇന്നി ഉഹിബ്ബു അല്ലാഹ്. എന്നെ ഓടിക്കല്ലേ, ഞാൻ അള്ളാഹുവിനെ സ്നേഹിച്ച ആ മഹാന്മാരുടെ പിന്നാലെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവനാ, എന്നെ ഓടിക്കല്ലേ. ആ നായ, ഖുർആൻ പറയുന്നുണ്ട് നബിയെ, ആ നായയുടെ ശൗര്യമെങ്ങാനും അങ്ങ് കണ്ടിരുന്നുവെങ്കിൽ, ആ നായയുടെ ഇരുത്തമെങ്ങാനും അങ്ങ് കണ്ടിരുന്നുവെങ്കിൽ ഭയന്ന് ഓടിപ്പോകുമായിരുന്നു. അത്രമേൽ വലിയ ശൗര്യത്തോടെ ഗുഹാമുഖത്ത് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾക്ക് കാവലിരുന്നൊരു നായയെ പ്രതിപാദിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. അപ്പൊ പിന്തുടരലാണ് സൂറത്തുൽ കഹ്ഫിന്റെ പ്രമേയം. മറ്റൊന്ന്, അതിൽ മറ്റൊരു പിന്തുടരലുണ്ടല്ലോ. മഹാനായ ഖളർ അലൈഹിസ്സലാമിനോട് മൂസാ നബി ചോദിക്കുന്നുണ്ട്, ഹൽ അത്തബിഉക്, ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നോട്ടെ. അതായത് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ ഇൽമൊന്നും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല എന്ന് ബോധ്യം കൃത്യമായി മൂസാ നബിക്ക് ഉണ്ട് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകാൻ. ഇതൊന്നും വായിച്ച് പഠിക്കേണ്ട സംഗതിയല്ല, അങ്ങനെ വായിച്ചാൽ കിട്ടാത്ത സംഗതിയാണ്. ഹൽ അത്തബിഉക്, ഞാൻ പിന്നാലെ വന്നോട്ടെ, എനിക്ക് ഈ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കണം, എനിക്ക് അറിവൊക്കെ കിട്ടണം. അങ്ങനെ ഖളർ അലൈഹിസ്സലാമിന്റെ പിന്നാലെ നടന്ന് കാര്യങ്ങൾ പഠിക്കുന്ന മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം പിന്തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം കിടക്കുന്നത്. ഈ ജീവിതം നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥ സൂഫികളുടെ ലൈഫ് സ്റ്റൈലിലാണ്. നാളെ റജബാറാണ്. മഹാനായ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സൂഫികളിൽ പ്രമുഖരായ സയ്യിദി ഖാജ മുഈനുദ്ദീൻ അൽ ചിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറ മഹാനവറുകളുടെ വഫാത്ത് ദിനമാണ്. സൂഫി എന്ന് പറയുമ്പോഴേക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചില ബാഹ്യപ്രകടനങ്ങളിലേക്ക് മാത്രം നമ്മുടെ ചിന്ത കടന്നു പോകാറുണ്ട്. വ്യാജന്മാരായ ഒരുപാട് ആളുകളുണ്ട് ആ പേരിൽ. അമ്പിയാക്കളുടെ പേരിൽ വ്യാജന്മാരുണ്ടായിരുന്നു, പക്ഷെ ഔലിയാക്കളുടെ പേരിൽ വ്യാജന്മാരുണ്ടാവൂലേ? ഉണ്ട്. ദുനിയാവ് മാത്രം ചിന്തിച്ച് സമ്പത്ത് വാരിക്കൂട്ടുന്ന വ്യാജന്മാർ ഒരുപാടുണ്ട്. എന്നാൽ ദുനിയാവിന് പുല്ല് വില കൊടുത്ത് അള്ളാനെ മാത്രം ലക്ഷ്യമാക്കി പോകുന്ന യഥാർത്ഥ സൂഫികൾ, അവർക്ക് ചിലപ്പോൾ അള്ളാഹ് ദുനിയാവും കൊടുക്കും, അതൊക്കെ അള്ളാന്റെ ഇഷ്ടം. പക്ഷെ അവരുടെ ലക്ഷ്യം അള്ളാഹുവാണ്. ആ സൂഫികളിൽ ഇന്ത്യ കണ്ട വളരെ പ്രധാനിയായ മഹാനാണ് സയ്യിദി ഖാജ മുഈനുദ്ദീൻ അൽ ചിസ്തി റഹിമഹുല്ലാഹ്. ഇന്നമ തസവ്വുഫു അത്തഖല്ലുഖു ബി അഖ്ലാഖിഹിം, ഈ മഹത്തുക്കളുടെ സ്വഭാവത്തെ അനുധാവനം ചെയ്യലാണ് യഥാർത്ഥത്തിൽ സൂഫിസം എന്ന് പറയുന്നത്. അതാണ് ഖുർആനും ഹദീസും. ഇവരുടെ പിന്നാലെ നടന്ന് ഇവരുടെ സ്വഭാവം നിന്നിലുണ്ടോ,
അതാണ് യഥാർത്ഥ ഖുർആനും സുന്നത്തും. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഈ ഹാജാത്തങ്ങളെ വിളിക്കപ്പെടുന്ന ഒരു പേരുണ്ട്, ഗരീബ് നവാസ്. പാവപ്പെട്ടവന്റെ, വിശന്നിരിക്കുന്നവന്റെ താങ്ങും തണലുമായി നിന്നപ്പോ ലോക ജനത വിളിച്ച പേരാണത്, ഗരീബ് നവാസ്. ഒരു പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന്റെ വിശപ്പ് നീക്കിക്കൊടുക്കലാണ് ഏറ്റവും വലിയ ഇബാദത്തുകളിൽ ഒന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഖാജ മുഈനുദ്ദീൻ അൽ ചിസ്തി റഹിമഹുല്ലാഹ്. കേവലം ആണ്ട് വരുമ്പോ അവരുടെ പേരിൽ ഫാത്തിഹ ഓതിയാൽ മാത്രം പോരാ, അത് വേണം. അത് അല്ലാഹു അവരിലേക്ക് നമുക്ക് അടുപ്പിക്കാനുള്ള ഉപാധികളാണ് അതൊക്കെ. പക്ഷെ അതിൽ മാത്രം ഒതുങ്ങിപ്പോകാതെ ഈ മഹത്തുക്കൾ ഇവിടെ കൃത്യമായി കാണിച്ചു തന്ന പ്രകാശം ഏതാണ്? ആ പ്രകാശത്തെ ഊതിക്കെടുത്തിയിട്ട് എന്തോതിയിട്ടും കാര്യമില്ലല്ലോ. ആ പ്രകാശം എനിക്കും കിട്ടണ്ടേ, എൻ്റെ ഹൃദയം ഒന്ന് വിശാലാകണ്ടേ, ഇവരുടെ പിന്നാലെ എനിക്കൊന്ന് നടക്കാൻ പറ്റണ്ടേ. ഇത്തബിഉമൻ സബീല ഇത്തബിഉമൻ അനാബ ഇലൈഹി, അല്ലാഹുവിലേക്ക് നടന്നവരുടെ പിന്നാലെ നടന്നോ സഅദ എന്ന് പടച്ചോൻ പറഞ്ഞില്ലേ, എന്നതുപോലെ നമുക്കും ഒന്ന് നടക്കാൻ ശ്രമിക്കണ്ടേ. വേണോ വേണ്ടേ? നിങ്ങൾ പറയും വേണം. അതെത്ര വലിയ മനോഹരമായിരിക്കും. അങ്ങനെ അല്ലാത്തത് പോലും ദീനല്ല എന്നല്ലേ. ദീനിനെ കളവാക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ നിസ്കാരമൊന്നും പടച്ചോന് വേണ്ട മോനെ. മറ്റുള്ളവരുടെ കണ്ണീര് കാണാൻ കഴിയാത്ത നിന്റെ നിസ്കാരം, അതുകൊണ്ട് നീ നാശത്തിലേക്കാണ്. അതിൽ ആന്തരിക ഭാവമൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. യത്തീമിനെ പരിഗണിക്കാത്തവർ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ പറയുന്നുണ്ട്, നബിയെ എൻ്റെ ഹൃദയം ഇങ്ങനെ കടുത്തു പോവാൻ. അവനെ ഒരു കാര്യം ചെയ്യും, യത്തീമായ കുഞ്ഞിൻ്റെ തലയിലൊന്ന് തലോടടാ, നിന്റെ ഹൃദയം വിശാലമാകുന്നത് കാണാം. സയ്യിദുനാ റസൂലുള്ളാഹ്. കാരണം എന്താ? അവിടെ ഞാനെന്ന ഭാവമൊക്കെ ഇല്ലാണ്ടാവാൻ. അവിടെ എല്ലാം എല്ലാ അഹങ്കാരങ്ങളും ഒളിഞ്ഞു പോവാണ്. കൽബിനകത്തെ വിഗ്രഹങ്ങളൊക്കെ തകർന്നടിയാണ്. പാവപ്പെട്ടവരെ പരിഗണിക്കാത്തവൻ, അവന്റെ നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ട. അപ്പൊ അങ്ങനെയുള്ളൊരു ദീനാണ് നമ്മൾ ഈ കൊണ്ടു നടക്കുന്നത്. ബാഹ്യമായ കുറെ സംഗതികൾ കാണിച്ചു കൂട്ടിയാൽ ദീനായി എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ, ഈ പിന്തുടരൽ ഉണ്ടായിരിക്കെയുള്ള നിസ്കാരത്തിന്റെ ആനന്ദം നമുക്കൊന്ന് തിരിച്ചറിയണ്ടേ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാ നബിയെ? അൻഫഉലിൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ളവർ. ജനങ്ങൾക്ക് ഉപകാരമുള്ളവർ, പാവപ്പെട്ടവനെ സഹായിക്കുന്നവൻ. അതായത് എൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ നേതാക്കൾക്ക് വേണ്ടി പല പരിപാടികളും ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ എൻ്റെ സ്ഥാനം ജനങ്ങൾക്കിടയിൽ വലുതാകണം, എനിക്ക് സ്ഥാനം കിട്ടണം, അങ്ങനെയൊക്കെ ജനങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ കുറിച്ചല്ല, എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി ജനങ്ങളെ സഹായിക്കുന്നവർ. ഒരാൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി ഓടിച്ചെല്ലുന്നവർ, ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി ഓടിച്ചെല്ലുന്നവർ. അള്ളാഹ്ക്ക് വേണ്ടി, അതാണ് മെയിൻ. എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ നാടിന്, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി എന്നല്ല, എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി. അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരണം. പക്ഷെ ആത്യന്തികമായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട നിയ്യത്ത് അള്ളാഹ്ക്ക് വേണ്ടി. അതാണ് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനം എന്ന് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് സൂഫികള് മനുഷ്യനിലെ തിന്മകൾ കണ്ടിട്ട് വേദനിച്ചു അവരുടെ കൽബ്. പക്ഷെ ആ മനുഷ്യന്മാരെ വെറുത്തില്ല. മനസ്സിലായോ? മനുഷ്യനിലെ തിന്മകൾ കണ്ടിട്ട് അവരുടെ മനസ്സ് വിങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ തിന്മ ചെയ്ത മനുഷ്യനെ അവർ വെറുത്തിട്ടില്ല. അല്ലേ? അങ്ങനെയായിരുന്നു എന്നാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി. ഇപ്പൊ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്? ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ പിന്നെ അത് ക്രൂരമായി നമ്മൾ നോക്കും, പിന്നെ അവൻ അങ്ങോട്ട് വെറുക്കും. ഇതൊന്നും അള്ളാഹ്ക്ക് വേണ്ടിയല്ല, നമുക്ക് തെറ്റങ്ങോട്ട് പറ്റിയില്ല, നമ്മളങ്ങോട്ട് വെറുക്കുകയാണ്. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു വലിയ സൂഫിയല്ലേ. ടൈഗ്രീസിന്റെ തീരത്ത് അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് ചെറുപ്പക്കാർ കള്ളു കുടിച്ചിട്ട് ബോട്ടിലിങ്ങനെ പോവാണ്, ആർത്തട്ടഹസിച്ച് പോവാണ്. ഇപ്പം മഗ്‌രിബിന്റെ സമയമായിട്ടുണ്ട്. കുറെ ആളുകൾ പറഞ്ഞു, ശിഹവർകളെ ഇവന്മാരൊക്കെ നശിഞ്ഞു പോകാനൊന്ന് ദ്വാരക്കണം, ശപിച്ചുകൊണ്ടൊന്ന് ദ്വാരക്കണം. നമുക്ക് കണ്ടാലും ദേഷ്യം വരൂലേ? മഗ്‌രിബിന്റെ നേരത്തെ ഇവന്മാര് കള്ളു കുടിച്ച് കൂത്താടാണ് മുസ്ലിം കുട്ടികള്. ശപിക്കണം, അങ്ങ് അവന്മാർക്കെതിരെ ദ്വാരക്കണം. അർഫുൽ ഖർഹിതങ്ങൾ പറയുമ്പോ നമുക്ക് ദ്വാരക്കാം. അവിടുന്ന് ദ്വാരക്കണം, അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹും ഫിൽ ആഖിറ. പഠിച്ചോനെ, ഈ ദുനിയാവിൽ അവർക്ക് സന്തോഷിക്കാൻ നീ സൗഭാഗ്യം കൊടുത്തതുപോലെ ആഖിറത്തിലും സന്തോഷിക്കാനുള്ള സൗഭാഗ്യം കൊടുക്കണേ. എന്തു ദ്വായത്! ഈ ദുനിയാവിൽ അവർക്ക് സന്തോഷിക്കാൻ അവസരം കൊടുത്തില്ല അല്ലാ, അതുപോലെ ആഖിറത്തിലും സന്തോഷിക്കാൻ അവസരം കൊടുക്കണേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവരെ നന്നാക്കണേന്ന്. ശപിക്കാൻ എളുപ്പമല്ലേ? ഇങ്ങനെ ദ്വാ ചെയ്യുന്നവർ ഹൃദയം അത്രമേൽ വിശാലതയുള്ളവരായിരുന്നു സൂഫികൾ. കാരണം എന്താ? അഫമൻ ശറഹല്ലാഹു സദ്റ, അവരുടെ ഹൃദയത്തിന് അല്ലാഹു വിശാലത കൊടുത്തു. അവരുടെ ഹൃദയത്തിലുള്ള നൂറ് അത് അല്ലാഹുവിന്റെ നൂറാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി ത്വായിഫിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ
ശക്തമായ കല്ലേറ്, പരിശുദ്ധമായ ഭൂമേനി പൊട്ടിച്ചോര വരുന്നുണ്ട്. കുടുംബക്കാർ ആട്ടി ഓടിക്കുകയാണ്, ഭ്രാന്തന്മാരെയും കുട്ടികളെയും വിട്ട് കല്ലെറിയിപ്പിക്കുകയാണ്. അപ്പോഴാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കുന്നത്, നബിയെ നശിപ്പിച്ച് കളയട്ടെ, അങ്ങയുടെ ഒരൊറ്റ വാക്ക് മതി, ഈ ഭൂമി ഞാനങ്ങ് കീഴ്മേൽ മറിച്ചിട നബിയെ. ലൂത്ത് നബിയുടെ സമുദായത്തെ ചപ്പാത്തി മറിച്ചിടുന്നത് പോലെ മറിച്ചിട്ട നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീലാ വന്ന് ചോദിക്കണേ, കൊന്നുകളെ നബിയെ, അവന്മാരെ നശിപ്പിച്ചളെ നബിയെ, ഒരു യെസ് മൂളിയാ മതി. അത് ഇല്ല ജിബ്രീലെ, വേണ്ട വേണ്ട, ഞാൻ അതിനല്ലല്ലോ ഇവിടെ വന്നത്, ഞാൻ അതിനല്ലല്ലോ ജിബ്രീൽ ഇവിടെ വന്നത്. ഒരാളെങ്കിലും നന്നായാലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. ഇങ്ങനൊരു നേതാവിൻ്റെ അനുയായിയാണെന്ന് ഉദ്ഘോഷിച്ച് വലിയ പ്രഭാഷണം നടന്നിട്ട് കാര്യമില്ല. ഈ സ്വഭാവം നമ്മിൽ ഉണ്ടാകട്ടെ. ഈ സ്വഭാവം എന്നിലും നിങ്ങളിലൊക്കെ വേണ്ടേ? നമ്മൾ നോക്കുന്നത് മറ്റുള്ളവരുടെ ദോഷങ്ങളിലേക്ക്, അവരുടെ കുറ്റങ്ങളിലേക്ക്, അവരുടെ കുറവുകളിലേക്ക് മാത്രം. എന്നിലേക്ക് ഞാൻ എപ്പോ നോക്കിയിട്ടുണ്ട്? എന്നിലേക്ക് ഞാൻ എപ്പോ നോക്കി? എന്നിലേക്ക് നോക്കണമെന്ന് പഠിപ്പിക്കുന്നവരാണ് തസ്കിയത്ത് നൽകുന്ന അല്ലാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ. അവരൊക്കെയാണ് മശായിഖന്മാരായ ആളുകൾ. അവരുടെ പിന്നാലെ നടക്കുമ്പോഴാണ് ഈ ആനന്ദമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ്. സൂഫി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി ജീവിച്ചവനാണ്. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സൂഫികളിൽ അത്രമേൽ പ്രഗത്ഭനാണ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ. ബാബാ ഫരീദിന്റെ 100-ലധികം അവിടുത്തെ ആ മൊഴിമുത്തുകൾ സിഖുകാരുടെ പ്രധാന ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 100-ലധികം, 180